ഹലോ മക്കളെ, നമ്മളിന്ന് റിലേഷൻ ഫംഗ്ഷൻ്റെ പാർട്ട് 2 ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഭാഗം കൂടി നിങ്ങൾക്ക് 2024-25 സിലബസിലുള്ളൂ. നിങ്ങൾക്ക് അടുത്ത ഭാഗം ആയിട്ടുള്ള കോമ്പോസിറ്റ് ഫംഗ്ഷനും ബൈനറി ഓപ്പറേഷൻസ് ഒന്നും ഈ വർഷത്തെ സിലബസിലില്ല. അപ്പോൾ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കേണ്ട ഈ 1 on 2 എന്നുള്ള ഭാഗം കൂടെ നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പം എന്താണ് ഈ ഫംഗ്ഷൻ? ഫംഗ്ഷൻ എന്ന് പറയുന്ന കാര്യം നമ്മൾ 11th പഠിച്ചതാണ്. ലെറ്റ് എക്സ് ആൻഡ് വൈ ബി ടു നോൺ എംപ്റ്റി സെറ്റ്. എ ഫംഗ്ഷൻ ഓർ എ മാപ്പിംഗ് f from x into y written as f from x to y is a rule by which each element of x is associated to a unique element y element of y. Then f is said to be a function from x to y. അപ്പോൾ നമുക്ക് എന്താണ് ഫംഗ്ഷൻ എന്നുള്ള 11th നമ്മൾ പഠിച്ചാണ്. ജസ്റ്റ് ഒന്ന് മിസ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് സെറ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു എക്സ് എന്നുള്ള സെറ്റും ഒരു വൈ എന്നുള്ള സെറ്റും ഉണ്ട് മക്കളുടെ കയ്യിൽ. അപ്പോൾ ഇവിടെ കുറച്ച് എലമെന്റ്സ് ഉണ്ട്, 1 2 3. നമ്മൾ റിലേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ എ ബി സി ഡി എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് എല്ലാ എലമെന്റ്സിനും, അതായത് ഈ ഫസ്റ്റ് സെറ്റിലെ എല്ലാ എലമെന്റ്സിനും ഇപ്പുറത്തേക്ക് ഒരു മാപ്പിംഗ് വേണം. അതിനെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എല്ലാ എലമെന്റ്സിനും വേണം. ഓക്കെ, എല്ലാ എലമെന്റ്സിനും ഇവിടെ മാപ്പിംഗ് ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ക്ലിയർലി എ ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷൻ ഫോം ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ കാര്യം കുട്ടികൾക്ക് മനസ്സിലായി. അപ്പോൾ ആ ഡെഫിനിഷൻ മനസ്സിലായിരിക്കുന്നത്. അടുത്ത ഭാഗം ശ്രദ്ധിച്ചോളൂ, ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ. അതിൽ നമുക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, നിങ്ങൾക്ക് 1 ഫംഗ്ഷൻ എന്താണ്, അഥവാ ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ എന്താണ്? 1 അഥവാ ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയും. അതെന്താണ്? അപ്പം ഇതേപോലെ നമുക്ക് മറ്റൊരു ഫംഗ്ഷൻ കൂടെ പഠിക്കാണ്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ 1 ഫംഗ്ഷൻ ഓർ ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ. എ ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ ഈസ് സെറ്റ് ടു ബി എ 1 ഫംഗ്ഷൻ ഇഫ് ദ ഇമേജസ് ഓഫ് ഡിസ്റ്റിങ്ക്ട് എലിമെന്റ് ഓഫ് എക്സ് അണ്ടർ എഫ് ആർ ഡിസ്റ്റിങ്ക്ട്. അതായത് എഫ് ഓഫ് x1 എഫ് ഓഫ് x2 ഈക്വൽ ആണെങ്കിൽ ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം. ഓക്കെ, അതാണ് അതിന്റെ മീനിങ്. x1 ഈസ് ഈക്വൽ ടു x2 ഫോർ എവരി x1 ആൻഡ് x2 എലിമെന്റ് ഓഫ് ക്യാപിറ്റൽ എക്സ്. അപ്പോൾ ഒന്ന് മിസ് 1 കാണിച്ചു തരാം. എന്താണ് ഈ 1? ആ ഡെഫിനിഷൻ എന്താണ് നമുക്ക് മനസ്സിലായത്? അപ്പോൾ മക്കളെ, നമ്മൾ രണ്ട് സെറ്റ് എടുക്കുകയാണ്. രണ്ട് സെറ്റ് എടുത്തു. അവിടെ എക്സ് നമ്മൾ വൈന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ 2-3 എലിമെന്റ്സ് നമുക്ക് എഴുതാം. 2 4 6 എന്ന് എഴുതി. ഇവിടെ 8 10 12. ഓക്കെ, അങ്ങനെ എഴുതി. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇതാ ഒരു മാപ്പിംഗ്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാപ്പിംഗ്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാപ്പിംഗ്. അപ്പോൾ ഇവിടുത്തെ ഓരോ എലമെന്റിനും, അതായത് എക്സിലുള്ള ഓരോ എലമെന്റിനും വൈയിലേക്ക് ഒരു സിംഗിൾ എലമെന്റ് ആയിട്ട് മാപ്പിംഗ് ഉണ്ട്. ഇങ്ങനത്തെ മാപ്പിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 1 മാപ്പിംഗ് എന്ന് പറയുന്നത്. 1 മാപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, മറന്നു പോകരുത്. 1 മറ്റൊരു പേരെന്താണെന്ന് മക്കളെ നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്നത്? ഇൻജെക്റ്റീവ്. ആ പേരും നമ്മൾ മറന്നു പോകരുത് കേട്ടോ. 1 അഥവാ ഇൻജെക്റ്റീവ് മാപ്പിംഗ്. ഓക്കെ, ഇനി എന്താണ് ഈ ഓൺ ടു മാപ്പിംഗ്? മിസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാണ്. അപ്പോൾ നിങ്ങളൊരു പ്രോബ്ലം പ്രൂവ് ചെയ്യുമ്പോൾ എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ x1 ഈക്വൽ ടു x2 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ എലമെന്റ്സിനെയാണ് നമ്മളെപ്പോഴും x1 x2, അതായത് ഫസ്റ്റ് സെറ്റിലുള്ള എലമെന്റിനെയാണ് നമ്മൾ x1 x2 എന്നൊക്കെ പറയുന്നത്, x3 എന്നൊക്കെ പറയുന്നത്. ഈ സാധനത്തിന് നമ്മൾ എന്ത് പറയുന്നു? എഫ് ഓഫ് x1 ആണ് നിങ്ങളുടെ, എഫ് ഓഫ് x2 ആണ് ഇവിടെ, എഫ് ഓഫ് x3 ആണ്. ഓക്കെ, ഫംഗ്ഷൻ മാപ്പിംഗ് വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ നമ്മൾ എന്താണ് പറയുന്നത്? എഫ് ഓഫ് x1 എഫ് ഓഫ് x2 എഫ് ഓഫ് x3 എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇവിടെ 1 ആണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കൂ, 2 മാപ്പിംഗ് പോയത് 8-ലേക്കല്ല. അപ്പം x1 x2 ഈക്വൽ അല്ലെങ്കിൽ, അതായത് 2 നോട്ട് ഈക്വൽ ടു 4 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ മാപ്പിംഗ് എങ്ങനെയാണ് വന്നത്? 8 10 എന്നാണ് വന്നിരിക്കുന്നത് അല്ലേ? 8 10, അതായത് 2 8-ലേക്കും പോയി, 4 10-ലേക്കും പോയി. അപ്പോൾ എന്താ? വ്യത്യസ്ത എലമെന്റ്സിലേക്കല്ലേ മാപ്പിംഗ് വന്നത്. അതാണ് അവിടെ മീനിങ് പറയുന്നത്. x1 ഈക്വൽ ടു x2 അല്ലെങ്കിൽ എന്നാണ് ഇപ്പോൾ മിസ് പറയുന്നത്. എഫ് ഓഫ് x1 എഫ് ഓഫ് x2 ഈക്വൽ അല്ല. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പം എന്താണ്? ഈക്വൽ ആക്കിയിട്ട് എടുക്കുന്നതാണ്. x1 ഈക്വൽ ടു x2 ആണെങ്കിൽ എന്ത് സംഭവിക്കും? അതായത് ഇവിടെയും 2 ആണ്, രണ്ടാമത്തെ നമ്പർ 4 പകരം 2 തന്നെയാണെങ്കിൽ നമ്മൾ അർത്ഥം എന്താ വരുന്നത്? എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ആയിരിക്കും. അതായത് അവിടുത്തെ 8 10 12 ഒരേ നമ്പറിലേക്ക് തന്നെ മാപ്പ് ചെയ്യും, 8-ലേക്ക് തന്നെ മാപ്പ് ചെയ്യും, അല്ലെങ്കിൽ 10-ലേക്ക് തന്നെ മാപ്പ് ചെയ്യും. അതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതുന്നതിന് പകരം നമ്മൾ പ്രൂവ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് എഴുതുക. x1 ഈക്വൽ ടു x2 ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ 1 മാപ്പിംഗ് അഥവാ ഇൻജെക്റ്റീവ് മാപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി ഒരു ഫംഗ്ഷൻ വിച്ച് ഇസ് നോട്ട് 1 ഈസ് നോൺ ആസ് മെനി 1 എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ മിസ് ഇവിടെ പറഞ്ഞു 1 2 3 ഉണ്ട്, ഇവിടെ 3 4 ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇപ്പോൾ മാപ്പിംഗ് എടുക്കുമ്പോൾ 1 3-ലേക്ക് മാപ്പ് ചെയ്തു, ഈ 2ഉം 3-ലേക്ക് തന്നെ മാപ്പ് ചെയ്തു, ഈ 3 4-ലേക്ക് മാപ്പ് ചെയ്തു. അതായത് ഇവിടെ നോക്കൂ, ഈ 1-നും 2-നും മെനി നമ്പേഴ്സ് മാപ്പിംഗ് ടു എ സിംഗിൾ നമ്പർ 3. ഓക്കെ, മെനി നമ്പേഴ്സ് മാപ്പിംഗ് ടു, അതായത് കാണിച്ചു തരാം. എന്താ മെനി നമ്പേഴ്സ്? ഇവിടെ 1ഉം 2-ലെ 2 നമ്പർ ആർക്കയിലേക്ക് മാപ്പിംഗ് പോയി? 3-ലേക്ക് പോയി. അതാണ് മെനി 1 എന്ന് പറയുന്നത്. അപ്പോൾ മെനി 1 മക്കൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കല്ലേ? 1 പഠിച്ചാൽ മതി, പിന്നെ ഓൺ 2 പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി എന്താണ് ഈ മെനി 1 എന്ന് പറഞ്ഞാൽ. ഓക്കെ, അടുത്ത നമ്മളെ പോയിന്റ് എന്ന് പറയുന്നത് ഓൺ ടു അഥവാ സർജക്റ്റീവ് ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. അപ്പം എന്താണ് ഈ സർജക്റ്റീവ് ഫംഗ്ഷൻ? സർജക്റ്റീവ് ഫംഗ്ഷൻ അഥവാ ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം
A function f from x to y is said to be an onto function or a surjective function if every element of y is image of some element of x under f. That is, for every element y element of y there exists an element x in x such that f of x equal to y. അതായത് നിങ്ങൾ ഈ ഡെഫിനിഷൻ ഒന്നും കണ്ട് ഞെട്ടണ്ട, മിസ് എളുപ്പത്തിന് പറഞ്ഞാൽ എന്താണ് ഈ ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഫസ്റ്റ് സെറ്റ് എപ്പോഴും ഫുള്ളി ഫിൽഡ് ആയിരിക്കണം. ഓക്കെ, ഇനി എന്താണ് ഈ ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? അപ്പോൾ നമുക്ക് ഇവിടെ ചെറിയൊരു നമ്പർ എടുത്തു നോക്കാം. അപ്പോൾ ഇവിടെ 1 2 3 4 എന്നുണ്ട്. ഇവിടെ ഞാൻ എന്തെങ്കിലും എ ബി സി ഡി എന്ന് എടുത്തു. ഓക്കെ, ഈ 1 എന്ന നമ്പർ ഞാൻ ഇപ്പം എയിലേക്ക് മാപ്പ് ചെയ്തു. 2 എന്ന നമ്പർ ഞാൻ ബിയിലേക്ക് മാപ്പ് ചെയ്തു. 3 എന്ന നമ്പർ ഞാൻ സിയിലേക്ക് മാപ്പ് ചെയ്തു. 4 എന്ന നമ്പർ ഞാനിപ്പം ഡിയിലേക്ക് മാപ്പ് ചെയ്തു. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് ഇത് 1 1 ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ ഈ ഓൺ ടു എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൺ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെക്കൻഡ് സെറ്റ് എപ്പോഴും ഫുള്ളി ഫിൽഡ് ആവണം. സെക്കൻഡ് സെറ്റ് എപ്പോഴും ഫുള്ളി ഫിൽഡ് ആവണം. അതായത് എല്ലാത്തിനും മാപ്പിംഗ് വേണം. ഇവിടെ എല്ലാ നമ്പറും ഇവിടെ ഫുള്ളി ഫിൽഡ് ആയി പോകണം. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്കറിയാം സെക്കൻഡ് സെറ്റ് ഫുള്ളി എന്താവണം? ഫിൽഡ് ആവണം. അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, കൂടുതൽ ഡെഫിനേഷനിൽ കാർഡ് കയറി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇത്ര ആലോചിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിന് നമ്മൾ കോ ഡൊമൈൻ എന്നാണല്ലോ പറയുക. അത് നിങ്ങൾക്ക് അറിയല്ലോ. ഇതിന് ഡൊമൈൻ എന്നാണല്ലോ പറയുക. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? മാപ്പിംഗ് ഉള്ള ആൾക്കാർ. അതായത് 1 എന്ന് എയിലേക്ക് മാപ്പിംഗ് ഉണ്ട്. അപ്പോൾ എ റേഞ്ചാണ്, 2 ബിയിലേക്ക് ഉണ്ട്, അത് ബി റേഞ്ചാണ്, 3 സിയിലേക്ക് ഉണ്ട്, സി റേഞ്ചാണ്, ഡി 4 ഡിയിലേക്ക് ഉണ്ട്, ഡി റേഞ്ചാണ്. അപ്പോൾ എ ബി സി ഡി എന്ന് പറയുന്നത് നിങ്ങളുടെ കോ ഡൊമൈനും ആരും റേഞ്ചും എന്ത് സംഭവിക്കുന്നു? ഈക്വൽ ആവണോ? ഓക്കെ, റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആകുന്നു. ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓൺ ടു അഥവാ സർജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഒരു ലൈൻ പറഞ്ഞിരിക്കുന്നത്. മക്കൾ ശ്രദ്ധിക്കുക. എ ഫംഗ്ഷൻ ഈസ് കോൾഡ് ആൻ ഓൺ ടു ഫംഗ്ഷൻ ഇഫ് ഇറ്റ്സ് റേഞ്ച് ഈസ് ഈക്വൽ ടു കോഡൊമൈൻ. ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് സെറ്റ് ഈസ് ഫുള്ളി ഫിൽഡ് അല്ലേ. ഓൺ ടു എന്ന് പറയുമ്പോൾ 1 1 എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈച്ച് ആൻഡ് എവറി എലമെന്റിന് അപ്പുറം പോയിട്ട് മാപ്പിംഗ് ഉണ്ടാവും. എല്ലാ എലമെന്റ്സിനും മാപ്പിംഗ് ഉണ്ടാവും. ഡിഫറെന്റ് എലമെന്റ് ആയിട്ടായിരിക്കും മാപ്പിംഗ് ഉണ്ടാവുക. ഓൺ ടു എന്ന് പറയുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ട വേറെ കോഡൊമൈനും റേഞ്ചും എപ്പോഴും ഈക്വൽ ആയിരിക്കും. അതായത് സെക്കൻഡ് സെറ്റ് എപ്പോഴും ഫുള്ളി ഫിൽഡ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങൾ മക്കൾക്ക് മനസ്സിലായല്ലോ എന്താണ്. അപ്പോൾ എളുപ്പത്തിൽ നമ്മൾ 1 1 പഠിച്ചു, ഓൺ ടു പഠിച്ചു. ഇനി 1 1 ഓൺ ടുവിനെയും നമ്മൾ ഒരുമിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു പേരാണ് ബൈജക്റ്റീവ് എന്ന്. അപ്പോൾ അതിന് നമ്മൾ എന്ത് പറയുന്നത്? 1 1 ഓൺ ടുവും ഫംഗ്ഷനാണ് ഒരുമിച്ച് പറയുമ്പോഴുള്ള പേരാണ്. അപ്പം ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണ് എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കണം? 1 1 ആയിരിക്കണം, ഓൺ ടുവും ആയിരിക്കണം. സംശയമില്ലല്ലോ. അപ്പോൾ ഇത്ര കാര്യങ്ങൾ മക്കൾക്ക് മനസ്സിലായി. ഇനി ഇതിൽ വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസേ ഉള്ളൂ. വളരെ എളുപ്പമുള്ള ഭാഗമാണ്, പക്ഷേ മനസ്സിലായിട്ടില്ലെങ്കിൽ വളരെ ടഫുള്ള ഭാഗമാണ്. അപ്പോൾ ശ്രദ്ധിച്ചിരുന്നോളൂ. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. എഫ് ഈസ് എ മാപ്പിംഗ് ഫ്രം എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്? എൻ ടു എന്നിലേക്കാണ് മാപ്പിംഗ്. അതായത് എൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ നമ്പറാണ്. ഇതെങ്ങനെയാണ്? ഗിവൺ ബൈ എന്താണ് തന്നിരിക്കുന്നത്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് x² എന്നാണ്. നിങ്ങളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ 1 1 ഇത് 1 1 ആണോ ഓൺ 2 ആണോ എന്നാണ്. അപ്പോൾ 1 1 ആണോ? അതാണ് ചോദ്യം. ഓൺ 2 ആണോ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ എങ്ങനെയാണ് ആൻസർ ചെയ്യുക? ഓക്കെ, ഇപ്പോൾ പെട്ടെന്ന് ശ്രദ്ധിച്ചോളൂ. നമുക്ക് തന്നിരിക്കുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് x² ആണ്. ഞാൻ പറഞ്ഞു 1 1 എന്നത് പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്താ എടുക്കേണ്ടത്? എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2. എന്നിട്ട് നമുക്ക് എന്തിലേക്ക് എത്തിച്ചു കൊടുക്കണം? x1 ഈക്വൽ ടു x2ലേക്ക് എത്തിച്ചു കൊടുക്കണം. ഓക്കെ, ഇത്രയും നമുക്ക് പണിയുള്ളൂ. എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? ഒന്നും കൂടെ മിസ് പറയാം. എഫ് ഓഫ് x1ഉം എഫ് ഓഫ് x2ഉം ഈക്വൽ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തിലേക്ക് എത്തിക്കണം? x1 ഈക്വൽ ടു x2 എന്ന് ഇതിങ്ങനെ ഈ സാധനം പ്രൂവ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് നമ്മളൊന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ചിരുന്നോളൂ. ആദ്യം ഞാൻ എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് എടുത്തു. ഓക്കെ, എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് എടുത്താൽ എഫ് ഓഫ് x1 എന്ന് പറഞ്ഞാൽ എൻ്റെ എഫ് ഓഫ് x പറഞ്ഞാൽ എൻ്റെ ഫംഗ്ഷൻ എന്താണ്? x² എന്നാണ്. അതിന് ഞാൻ x1² എന്ന് എഴുതി. ഓക്കെ, 1 ഇവിടെ എഫ് 1 ആയതുകൊണ്ടാണ് ഇവിടെ താഴെ ഒരു 1 ഇട്ട് കൊടുത്തത്. എഫ് ഓഫ് x2 പറഞ്ഞാൽ എൻ്റെ ഫംഗ്ഷൻ ഏതാണ്? x2² എന്ന് എടുത്തു. ഇനി ഇത് രണ്ടും കൂടെ നമ്മളൊന്ന് ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരാം. x1² മൈനസ് x2² ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ ഇത് a² മൈനസ് b² ഫോർമുലയല്ലേ മക്കളെ? അതായത് x1 പ്ലസ് x2 ഇൻറ്റു x1 മൈനസ് x2 എന്ന് കിട്ടി. a² പ്ലസ് b² പറഞ്ഞാൽ a² മൈനസ് b² പറഞ്ഞാൽ എന്താ നമ്മുടെ ഫോർമുല? a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി രണ്ട് നാച്ചുറൽ നമ്പർ നിങ്ങൾക്ക് കൂട്ടിയാൽ 0 കിട്ടുമോ? അതാണ് ഫസ്റ്റ് ചോദ്യം. രണ്ട് നാച്ചുറൽ നമ്പർ കൂട്ടിയാൽ നിങ്ങൾക്ക് 0 കിട്ടുമോ? ഒന്ന് ചിന്തിച്ച് നോക്കൂ. നാച്ചുറൽ നമ്പർ തുടങ്ങുന്നത് എന്താണ്? 1 2 3 4 5 6 എന്നുള്ള നമ്പേഴ്സാണ്. അതിൽ ഏതെങ്കിലും 2 നമ്പർ കൂട്ടിയാൽ നമുക്ക് 0 കിട്ടുമോ? അത് നോട്ട് പോസിബിൾ ആണ്. അപ്പോൾ അത് എടുക്കണ്ട. അപ്പോൾ നമുക്കൊന്ന് അടുത്ത ഭാഗത്തേക്ക് പോവാം. അതായത് x1ഉം x2ഉം നിങ്ങൾ കൂട്ടി. x1ഉം x2ഉം കൂട്ടിയാൽ നിങ്ങൾക്ക് 0 എന്ന് കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. ഈസ് നോട്ട് പോസിബിൾ. ഓക്കെ, ഒരിക്കലും നമുക്ക് എന്ത് കിട്ടില്ല? x1ഉം x2ഉം കൂട്ടിയാൽ 0 കിട്ടില്ല. കാരണം x1ഉം x2ഉം എവിടെയുള്ള ആൾക്കാരാണ്? നാച്ചുറൽ നമ്പറിലുള്ള ആൾക്കാരാണ്. അപ്പം നമുക്ക് എന്ത് കിട്ടി? therefore അങ്ങനെ വരുമ്പോൾ x1 മൈനസ് x2 ആണ് നമ്മളുടെ 0 വരിക അല്ലേ? ഞാനൊന്ന് അപ്പുറത്തേക്ക് ഒന്നും കൂടെ പോവാം. മക്കൾ ഇത് അവിടെ ശ്രദ്ധിക്കണം. ഞാനൊന്ന് വേറെ കളറിലൊന്നും വെച്ചിട്ട് കാണിച്ചു തരാം മക്കൾക്ക്. ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ മക്കൾക്ക് ഈ നമ്പറും x1 പ്ലസ് x2ഉം x1 മൈനസ് x2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 0 ഉത്തരം കിട്ടുന്നത്. കറക്റ്റ് അല്ലേ? അങ്ങനെ വരുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരാൾ എന്ത് വേണം? 0 ആവണ്ടേ? ഒന്നില്ലെങ്കിൽ x1 പ്ലസ്
പ്ലസ് എക്സ് ടു പൂജ്യമാവണം, അല്ലെങ്കിൽ എക്സ് വൺ മൈനസ് എക്സ് ടു പൂജ്യമാവണം. അത് ഉറപ്പല്ലേ? ഓക്കെ. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ഒരിക്കലും എക്സ് വൺ പ്ലസ് എക്സ് ടു പൂജ്യം ആവില്ല. ഈ സാധനം നമുക്ക് പൂജ്യമാവില്ല. അപ്പോൾ എക്സ് വൺ മൈനസ് എക്സ് ടു ആണ് നമ്മുടെ ഇവിടെ പൂജ്യം എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യണം? അപ്പം ഈ എക്സ് വണ്ണിനെ ഇവിടെ വെച്ചിട്ട് ആ മൈനസ് എക്സ് ടുവിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ എക്സ് ടു എന്ന് കിട്ടി. അപ്പോൾ നമ്മളിപ്പോൾ മക്കളെ എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്നാണ് നമ്മൾ തുടങ്ങിയത്. നമുക്ക് ഫൈനലായിട്ട് ഇപ്പോൾ അവിടെ എന്ത് കിട്ടി? നിങ്ങൾ പറയൂ. എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? നമ്മൾ 1 ആണ് എന്ന് പ്രൂവ് ചെയ്തല്ലോ. 1 അഥവാ ഇതിന് മറ്റൊരു പേരെന്താ മിസ് പറഞ്ഞത്? ഇൻജെക്റ്റീവ്. ചിലപ്പോൾ അങ്ങനെയായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പം ഞെട്ടി പോകരുത്. ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ ആണ് എന്ന് കിട്ടി. സംശയമില്ലല്ലോ. ഇനി നമുക്ക് എന്താ അവിടെ പ്രൂവ് ചെയ്യേണ്ടത്? അപ്പോൾ മക്കളെ നമ്മൾ അടുത്തത് നമ്മൾ ഓൺ ടു ആണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഓൺ ടുവും പ്രൂവ് ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നാണ്. എഫ് ഓഫ് എക്സിന് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? രണ്ടാമത്തെ സെറ്റ് എന്ന് പറയുന്നത് വൈ ആണ് അല്ലേ? അപ്പോൾ വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് കിട്ടി. ഇവിടുന്ന് മക്കളെ എക്സിനെ കണ്ടുപിടിക്കുക. എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? പ്ലസ് ഓർ മൈനസ്. ഈ സ്ക്വയറിന് അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സ്ക്വയർ റൂട്ട് ആകുന്നു. സ്ക്വയർ റൂട്ട് ഓഫ് വൈ. പ്ലസ് ഓർ മൈനസ് എഴുതണേ, പോസിറ്റീവ് നെഗറ്റീവ് ആണ്. ഇനി മക്കളൊന്ന് മിസ്സിനോട് പറയണം. റൂട്ട് വൈ എന്ന് പറയുന്നത്, അതായത് ഇപ്പം റൂട്ട് 1 എന്ന് പറഞ്ഞാൽ 1 ആണ് നിങ്ങൾക്കറിയാം. റൂട്ട് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നാച്ചുറൽ നമ്പർ ആണോ? ആണോ? അല്ല അല്ലേ? റൂട്ട് 2 എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ ആണോ? ബിലോങ്സ് ടു എൻ ആണോ? അല്ല. നമ്മളെ മാപ്പിംഗ് എവിടുന്ന് എങ്ങോട്ടാണെന്ന് മക്കൾ ശ്രദ്ധിക്കണേ. എന്നിന്ന് എന്നിലേക്കാണ് നമ്മളുടെ ഫംഗ്ഷൻ പോകുന്നത്. അത് ഓർമ്മ വേണം. ഓക്കെ. അപ്പം ഈ റൂട്ട് 2 പറഞ്ഞാൽ എന്നിലില്ല. ഇനി റൂട്ട് 3 പറഞ്ഞാലോ ഇതും നമുക്ക് എന്തിലില്ല? എന്നിലില്ല. റൂട്ട് 4 എന്ന് പറഞ്ഞാലോ അതിന്റെ അർത്ഥം 2 എന്നാണ് അല്ലേ? അപ്പോൾ 2 എന്ന് പറഞ്ഞാൽ എന്നിലുണ്ട്. അപ്പോൾ ചില നമ്പേഴ്സ് ഒക്കെ എന്നിലുണ്ട്, പക്ഷെ എല്ലാം ഇല്ല. അപ്പം നിങ്ങൾക്ക് എങ്ങനെ ഇത് കൺക്ലൂഡ് ചെയ്യാം? വിച്ച് ഇസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് എൻ. അതായത് നമ്മളെ ഫസ്റ്റ് സെറ്റ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫസ്റ്റ് സെറ്റ് ആണ്. ഓക്കെ. വൈ എന്ന് പറയുന്നത് നമ്മളെ സെക്കൻഡ് ആണ്. ഓക്കെ. മാപ്പിംഗ് വരുന്ന ആൾക്കാർ. അപ്പം ഫസ്റ്റ് സെറ്റിലുള്ള ഒരു എലമെന്റ് എവിടെ ഇല്ല? എന്നിലില്ല എന്ന് നമുക്ക് കിട്ടി. അപ്പം നമുക്ക് എന്ത് കിട്ടി? എഫ് ഈസ് നോട്ട് എന്ത് കിട്ടി? സർജക്റ്റീവ് എന്ന് കിട്ടി. സർജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് ഓൺ ടു. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ നിങ്ങൾക്ക് ഇപ്പം എന്ത് കിട്ടി? ഇൻജക്റ്റീവ് ആണ് എന്ന് കിട്ടി. 1 ആണെന്ന് കിട്ടി. പക്ഷേ നോട്ട് ഓൺ ടു ആണെന്ന് കിട്ടി. സംശയം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ കമന്റ് ബോക്സിൽ ഇട്ട് ക്ലിയർ ചെയ്തോളൂ കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന ടൈപ്പാണ് മിസ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. ശ്രദ്ധിച്ചോളൂ. വളരെ എളുപ്പമാണ്. നിങ്ങൾ 2 സെറ്റ് ഇവിടെ വരച്ചാൽ മതി. ഓക്കെ. 2 സെറ്റ് വരച്ചു. ആദ്യത്തെ സെറ്റിൽ ആരൊക്കെ എലമെന്റ് ഉണ്ട്? 1 2 3. ഇതാണ് നിങ്ങൾ എ എന്ന് പറയുന്ന സെറ്റ്. ഇവിടെ ബി എന്ന് പറയുന്ന സെറ്റ്. അവിടെ ആരൊക്കെ ഉണ്ട്? 4 5 5 6 6 7. ഓക്കെ. 7. ഇനി എവിടെ നിന്ന് എങ്ങോട്ടൊക്കെയാണ് മാപ്പിംഗ് ഉള്ളത്? 1 4ലേക്ക് മാപ്പിംഗ് ഉണ്ട്. 2 5ലേക്ക് മാപ്പിംഗ് ഉണ്ട്. ഓക്കെ. പിന്നെ 3 6ലേക്ക് മാപ്പിംഗ് ഉണ്ട്. ഒരാൾ ഇവിടെ പെൻഡിങ് കിടക്കണ്ട, ഒന്നും കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ അത് 1 ആണോ എന്ന് അവർ ചെക്ക് ചെയ്യാൻ പറയാം. ഓൺ ടു ആണോ? ഒരാൾ പെൻഡിങ് കിടക്കുന്നുണ്ട്? അല്ല, ഉറപ്പാണ്. 7ലേക്ക് മാപ്പിംഗ് വരുന്നില്ല. അപ്പോൾ ഓൺ ടു അല്ല. ഓക്കെ. ഇനി 1 ആണോ എന്നാണ് ചെക്ക് ചെയ്യാൻ പറയാം. 1 ആണോ മക്കളെ? 1ന്റെ വ്യത്യസ്ത ഇമേജ് ആണ് 4 അല്ലേ? ഇനി 2ന്റെ എടുക്കുമ്പോൾ 5 ആണ് വരുന്നത്, 3ന്റെ എടുക്കുമ്പോൾ 6 ആണ് വരുന്നത്. അപ്പോൾ 1 അല്ലേ? ഓരോരാൾക്കും വ്യത്യസ്ത ആൾക്കാരല്ലേ അപ്പുറം കിടക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു 1 ഫംഗ്ഷൻ ആണ് എന്ന് കിട്ടി. അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടി. എങ്ങനെയാണ് നിങ്ങൾ എഴുതാൻ പറ്റുക? എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ് മക്കൾ പറഞ്ഞോളൂ? 4 ആണ് അല്ലേ? എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ 5 ആണ്. എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ 6 ആണ്. അതായത് എഫ് ഓഫ് എക്സ് 1 നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 ആണെങ്കിൽ നിങ്ങളുടെ എക്സ് 1ഉം നോട്ട് ഈക്വൽ ടു എക്സ് 2 ആണ്. അപ്പോൾ ഇവിടെ നോട്ട് ഈക്വൽ വെച്ചിട്ടാണ് നമ്മൾ എളുപ്പത്തിന് വേണ്ടി ചെയ്തത്. ഓക്കെ. കാരണം എല്ലാം വ്യത്യസ്ത എലമെന്റ് ഈക്വൽ അല്ലല്ലോ. 1 മാപ്പിംഗ് 4ലേക്കാണ്, 2ന്റെ വേറെ നമ്പറാണ്. അതുകൊണ്ടാണ് നോട്ട് ഈക്വൽ എന്ന് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ഇതെന്ത് നമുക്ക് കിട്ടി? 1 ആണെന്ന് കിട്ടി. അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. പെട്ടെന്ന് തന്നെ ശ്രദ്ധിച്ചോളൂ. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു മാപ്പിംഗ് എഫ് ഇസ് എ മാപ്പിംഗ് ഫ്രം ആർ ടു ആർ. എന്താണ് ഈ ആർ എന്ന് പറഞ്ഞാൽ? റിയൽ നമ്പേഴ്സിലേക്കാണ് മാപ്പിംഗ് എന്ന് പറയുന്നത്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 3 - 4x ആണ്. 3 - 4x. നിങ്ങളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഇത് 1 ആണ്, ഓൺ ടു ആണോ, അല്ലെങ്കിൽ രണ്ടുമാണോ എന്നുള്ളതിന് നമ്മളെ പേരെന്താണ്? ബൈജക്റ്റീവ്. ഓക്കെ. 1 ആണോ, ഓൺ ടു ആണോ, ഓർ ബൈജക്റ്റീവ്. അപ്പം നമുക്കിത് പ്രൂവ് ചെയ്യേണ്ടത് 1 ആണോ, ഓൺ ടു ആണോ, അല്ലെങ്കിൽ ബൈജക്റ്റീവ് ആണ്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളൂ പെട്ടെന്ന് തന്നെ. എങ്ങനെയാണ് നമ്മളിത് പ്രൂവ് ചെയ്യുക? അപ്പോൾ 1 ആണ് നമ്മൾ പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എടുക്കേണ്ട ആരാണ്? എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 എന്ന് എടുക്കുക. ഓക്കെ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ആൻസർ എഴുതുകയാണ്. ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളുടെ ഇവിടെ എന്താ നമ്പർ വരുന്നത്? 3 - 4x1 ഈക്വൽ ടു 3 - 4x2. ശരിയല്ലേ? അപ്പം ഇങ്ങനെ കിട്ടി. ഇനി നമ്മളുടെ രണ്ട് ഭാഗത്തും 3 എന്നുണ്ടല്ലോ. അപ്പം നമുക്ക് അതിനാദ്യം അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞാളാ. അപ്പം നമുക്ക് ഇവിടെ എന്ത് കിട്ടി? -4x1 ഈക്വൽ ടു -4x2 എന്ന് കിട്ടി. ഇനി രണ്ട് ഭാഗത്തും -4 ഉണ്ടല്ലോ, അതിനെ അങ്ങോട്ട് കട്ട് ചെയ്തോളൂ. ഒറ്റയടിക്ക് മുൻപത്തെ സ്റ്റെപ്പ് കട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. അതൊക്കെ ശ്രദ്ധിക്കണേ നിങ്ങൾ. ഓക്കെ. അപ്പം ഇപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടി? -4നെയും അപ്പുറം ഉണ്ട്, അതും കട്ട് ചെയ്തു. x1 is equal to x2 എന്ന് കിട്ടി. ഓക്കെ. x1 is equal to x2 എന്ന് നമുക്ക് കിട്ടിയാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇവിടുന്നാണ്, നമ്മൾ റീച്ച് ചെയ്തത് ഇവിടെയാണ്. അപ്പം നമുക്ക് ഇപ്പം എന്ത് കിട്ടി? ഇറ്റ് ഈസ് ക്ലിയർലി f of x1 ഈക്വൽ ടു f of x2 implies
എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു നമ്മൾ തുടങ്ങി, നമ്മൾ എവിടെ റീച്ച് ചെയ്തു? എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു എന്ന് കിട്ടി. അപ്പം ക്ലിയർലി ദ ഫംഗ്ഷൻ എഫ് ഈസ് 1 1. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ, സംശയമില്ലല്ലോ. അപ്പോൾ എഫ് ഓഫ് എക്സ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ നമുക്ക് 1 1 ആണ് എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? ഓൺ ടു ആണോ എന്ന് പ്രൂവ് ചെയ്യണം. ഓൺ ടു ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ശ്രദ്ധിച്ചോളൂ. ഓൺ ടു ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓൺ ടു ചെക്ക് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് തന്നെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമ്മുടെ ഫംഗ്ഷൻ എന്തായിരുന്നു? 3 - 4x. ഓക്കെ, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മക്കൾക്ക് അറിയില്ല ആരാണ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ? വൈ ആണ് അല്ലേ? വൈ ആണ്. അപ്പോൾ വൈ എന്ന് എഴുതി. y is equal to 3 - 4x. ഓൺ ടു കാണുമ്പോൾ എപ്പോഴും എക്സിനെ കണ്ടുപിടിച്ചോളൂ മക്കൾ കേട്ടോ. അപ്പം എക്സിനെ കണ്ടുപിടിക്കാൻ y -3, ആ 3നെ ആദ്യം ഇങ്ങോട്ട് വെച്ചു. അപ്പം -4x എന്ന് കിട്ടി. ഇനി എക്സിനെ കണ്ടുപിടിക്കണം. എക്സിനെ കണ്ടുപിടിക്കണമെങ്കിൽ y - 3 ഡിവൈഡഡ് ബൈ -4 എന്നായി. ഓക്കെ, ഒന്നും കൂടെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്തിട്ട് എഴുതാം. അതായത് എക്സിന്റെ വില എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പം എന്ത് കിട്ടി? x is equal to ആ -4 കൊണ്ട് ഒന്ന് മുകളിൽ ന്യൂമറേറ്റർ ഒന്ന് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ +3 ആവും, -y ആവും. ഓക്കെ, ഡിവൈഡഡ് ബൈ 4 എന്നാവും. അപ്പോൾ എക്സിന്റെ വില 3 - y/4 എന്നായി. ഇനി മിസ് ചോദിക്കുന്നത്, ഈ 3 - y/4 എന്ന് പറഞ്ഞാൽ അതൊരു ഫ്രാക്ഷൻ അല്ലേ? ഈ ഫ്രാക്ഷൻ എന്ന് പറയുന്ന വാട്ട് എവർ മേ ബി പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള ഒരു ഫ്രാക്ഷൻ ആയിട്ടാണ് നിങ്ങൾക്ക് വരുന്നത്. ഈ ഫ്രാക്ഷൻ നിങ്ങളെ മാപ്പിംഗ് പോയിരിക്കുന്നത് R to Rലേക്കാണ്. അതായത് റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ മക്കൾക്ക് അറിയല്ലോ എല്ലാ ടൈപ്പ് ഓഫ് നമ്പറും, നാച്ചുറൽ നമ്പറോ, ഹോൾ നമ്പറോ, ഇൻറ്റിജേഴ്സോ, അല്ലെങ്കിൽ നിങ്ങളെ ഇറാഷണലോ റാഷണലോ എല്ലാ ടൈപ്പ് ഓഫ് അലക്കുലത്തെ നമ്പേഴ്സും വരുന്നതാണ് റിയൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ റിയൽ നമ്പറിൽ ഉണ്ടോ ഇത് 3 - y/4 എന്ന് പറഞ്ഞാൽ? ഉണ്ടോ? അതായത് ഒരു ഫ്രാക്ഷൻ അല്ലേ ഇപ്പോൾ അവിടെ വരുന്നത്. അപ്പോൾ അതുണ്ടോ? തീർച്ചയായിട്ടും എവിടുത്തെ എലമെൻ്റ് ആണ്? റിയൽ നമ്പറിലെ എലമെൻ്റ് ആണ്. റിയൽ നമ്പറിലെ എലമെൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിനെ ഓൺ ടു ആണ് എന്ന് പറയാൻ പറ്റും. ദെർഫോർ നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം ആൻസർ? ദെർഫോർ എഫ് ഈസ് ഓൺ ടു ആണെന്ന് കിട്ടി. ഇപ്പം നിങ്ങൾക്ക് കിട്ടിയ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്ന് കിട്ടി? ഓൺ ടു ആണ്, 1 1 ആണ് എന്നും കിട്ടി, നമുക്ക് ഓൺ ടു ആണ് എന്നും കിട്ടി. 1 1 ഉം ഓൺ ടു ആയതുകൊണ്ട് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനെ നമുക്ക് എന്തും കൂടെ ആണ് എന്ന് പറയാൻ പറ്റും? ബൈജക്റ്റീവ് ആണ് എന്നും കൂടെ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ക്ലിയർലി എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ രണ്ടും കണ്ടീഷൻ ഉള്ളതുകൊണ്ട് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ നമുക്ക് മക്കളെ വേറൊരു പ്രോബ്ലം കൂടെ ശ്രദ്ധിച്ചോളൂ. നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ തന്നിരിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ലെറ്റ് എ ഇസ് ഈക്വൽ ടു R - set 3. Okay, and b is equal to R - set 1. Okay, നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഈസ് എ മാപ്പിംഗ് ഫ്രം എ ടു ബി. എന്ന് ബിയിലേക്കാണ് മാപ്പിംഗ് ഉള്ളത്. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഡിഫൈൻ ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? x - 2 / x - 3 എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങളോട് എഫ് ഈസ് നിങ്ങളോട് എന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞ? 1 1 ആണോ? ആൻഡ് ഓൺ ടു. ഇതാണ് നിങ്ങളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. ജസ്റ്റിഫൈ യുവർ ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തൊക്കെയാണ് നമ്മളിവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x - 2 / x - 3 എന്നാണ്. അപ്പോൾ എഫ് ഓഫ് x1 നമ്മളെടുത്തു. എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2. എഫ് ഓഫ് x1 എന്ന് പറഞ്ഞാൽ മക്കളുടെ നമ്പർ എന്താണ്? x1 - 2 / x1 - 3 ഈക്വൽ ടു എഫ് ഓഫ് x2 പറഞ്ഞാൽ നമ്മുടെ നമ്പർ എന്താണ്? x2 - 2 ഡിവൈഡഡ് ബൈ x2 - 3 എന്നാണ്. ഓക്കെ, ഇപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് ഇവിടെ x1 = x2 എന്നൊക്കെ പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനെങ്ങട്ടും ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. അപ്പോൾ എന്ത് മക്കൾക്ക് വരുന്നു? x1 - 2 × x2 - 3. ആ താഴത്തെ ഈ നമ്പർ മേലേക്ക് പോയി കേട്ടോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ അറിയുമെന്ന് വിചാരിക്കുന്നു ഞാൻ. അറിയാത്തവരൊന്നും ഉണ്ടാവില്ല. x2 - 2 ഇവിടെ x1 - 3 എന്ന് കിട്ടി. ഇനി നിങ്ങൾ ജസ്റ്റ് ബ്രാക്കറ്റ് മാറ്റാൻ എല്ലാവർക്കും അറിയാലോ. ഈ നമ്പറിനെ ഇതിനുണ്ട്, ഈ നമ്പറിനെ ഇതുകൊണ്ട്, ഇതിനതുകൊണ്ട്. ഓക്കെ, അതുപോലെ ഇപ്പുറത്തതുകൊണ്ട് ഈ നമ്പർ 2ന് അതുകൊണ്ട് ഈ 2ന് -3, -2ന് -3 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഒന്ന് ബ്രാക്കറ്റ് മാറ്റി ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഒന്ന് മിസ് അവിടെ എഴുതി കാണിച്ചു തരാം. നിങ്ങൾക്ക് വരുന്നത് ബ്രാക്കറ്റ് മാറ്റുമ്പം x1 x2 -3x1 -2x2 +6 ഈക്വൽ ടു അപ്പുറത്തെ സൈഡ് x1 x2 -2x1 -3x2 +6. ഇതിൽ അപ്പുറത്തും ഒരേ നമ്പേഴ്സ് വരുന്നതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്യാൻ പോവാണ്. x1 x2 ഇവിടെയുണ്ട്. അതിന് രണ്ടും നമുക്ക് പോക്കിക്കളാം. ഓക്കെ, രണ്ട് ഭാഗത്തും ഒരേ നമ്പേഴ്സ് അപ്പുറം ഈക്വൽ സൈൻ്റെ വന്നാൽ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാം. ഓക്കെ, +6ഉം നമ്മൾ കട്ട് ചെയ്തു. ഇനി നമുക്ക് ബാക്കി വരുന്ന ആളിപ്പോൾ എന്താണ് ഇവിടെ? -3x1 -2x2 ഈക്വൽ ടു ഇവിടുത്തെ സൈഡിൽ -2x1 -3x2. ഇനി എല്ലാ x1നെയും നിങ്ങൾ ഒരു ഭാഗത്തേക്ക് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് -3x1 + 2x1 ആയി. ഓക്കെ, ഈ നമ്പറിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കേട്ടോ. ഓക്കെ,
യെസ്, അതുപോലെ തന്നെ എല്ലാ x2നെയും ഒരു ഭാഗത്തേക്ക് തന്നെ വയ്ക്കുക. 3x2 പ്ലസ് 2x2. ഓക്കെ, ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് വന്നു? -x1 = -x2 എന്ന്. മൈനസ് മൈനസ് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ x1 = x2 എന്ന് കിട്ടി. നമ്മൾ എവിടുന്നാണ് മക്കളെ സ്റ്റാർട്ട് ചെയ്തത്? f(x1) = f(x2) എന്നാണ് നമ്മൾ തുടങ്ങിയത്. നമ്മളിപ്പോൾ എവിടെ റീച്ച് ചെയ്തു? x1 = x2ലെത്തി. Therefore നമുക്ക് എന്ത് പറയാൻ പറ്റും? f is 1 എന്ന് പറയാൻ പറ്റും. സംശയമില്ലല്ലോ. അപ്പോൾ നമുക്ക് 1 ആണെന്ന് കിട്ടി. ഇനി നമ്മൾ എന്താ പ്രൂവ് ചെയ്യാൻ പോകുന്നത്? on 2 ആണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ on 2 പ്രൂവ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഒന്നും കൂടെ മിസ് ആ ക്വസ്റ്റ്യനിൽ പോവാം. എ എന്ന് ബിയിലേക്കാണ് മാപ്പിംഗ് വരുന്നത്. നോക്കണേ, എ എന്ന് ബിയിലേക്കാണ് മാപ്പിംഗ്. ഈ എ എന്ന് പറയുന്നത് എന്താണ് പറഞ്ഞാൽ r - set 3 ആണ്. അതായത് set 3 കുറയ്ക്കാന്നൊക്കെ പറഞ്ഞാൽ പേടിക്കൊന്നും വേണ്ടത്. ഇവിടെ x-3 അല്ലേ ഈ ഡിനോമിനേറ്ററിലുള്ളത്. അപ്പോൾ ഇവിടെ 3 വന്നാൽ എന്ത് സംഭവിക്കും? 3 - 3 പറഞ്ഞാൽ നമുക്ക് എന്ത് വരും? 0 വരും. 0 പറഞ്ഞാൽ നോട്ട് ഡിഫൈൻഡ് ആണ്. ഡിനോമിനേറ്ററിൽ 0 വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതൊന്ന് മനസ്സിലിട്ട് വയ്ക്കുക. ഇവിടെ ബി എന്ന് പറയുന്നത് ഇതാണ് ഫംഗ്ഷൻ. ഓക്കെ, അതുപോലെ r - set 1 ആണ്. അപ്പോൾ അതൊന്നും മക്കൾ മൈൻഡിൽ എപ്പോഴും വെക്കണം. എ ബി എന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ എക്സാമിന് ഒരു സ്റ്റെപ്പും കൂടെ എഴുതിയാൽ കുറച്ചും കൂടെ നന്ന് on 2 പ്രൂവ് ചെയ്യുമ്പോൾ. ഓക്കെ, അതെന്താണെന്ന് മിസ് കാണിച്ചു തരാം. on 2 ആണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോണ. on 2. ഓക്കെ, on 2 പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എടുക്കുക. f(x) = എന്തായിരുന്നു നമ്മുടെ ഫംഗ്ഷൻ? x - 2/x - 3. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ y ആയിട്ട് f(x) എഴുതുക. x - 2/x - 3. ഇവിടെ നമ്മൾ ആര് കണ്ടുപിടിക്കണം? x-നെ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. y × x - 3 = നമുക്ക് എന്ത് വരും? x - 2 എന്ന് വന്നു. ഇനി ഒന്ന് നമ്മൾ ബ്രാക്കറ്റ് മാറ്റി സിംപ്ലിഫൈ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ വരുന്നത്? xy - 3y = x - 2 എന്ന് കിട്ടി. സംശയമില്ലല്ലോ. ഇത് നമുക്കൊന്ന് എക്സിനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എല്ലാ എക്സിനെയും നമ്മളൊരു ഭാഗത്തേക്ക് വെക്കുക. ബാക്കിയുള്ള നമ്പറിനെയൊക്കെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? ഇവിടെ ഒരു xy ഉണ്ട്. അവിടുത്തെ എക്സിനെ അങ്ങോട്ട് എടുക്കുക. അപ്പോൾ -x ഉണ്ട്. ഇപ്പുറത്ത് നിങ്ങൾക്ക് ഒരു 3y വരും. -2y. ആ -3y അപ്പുറത്തെ സൈഡിലേക്ക് പോയി. എല്ലാ എക്സിനെയും ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരിക. നല്ല എക്സിനെ കിട്ടുള്ളൂ. അപ്പോൾ x × ഇവിടെ കോമൺ എടുക്കുക. y - 1. ഓക്കെ, = 3y - 2. എക്സിനെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം നിങ്ങൾ? 3y - 2 / y - 1 എന്ന് കിട്ടി. ഓക്കെ, ഇത് നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റുമെങ്കിൽ എളുപ്പമായിരുന്നു. വിച്ച് ഈസ് എൻ എലമെന്റ് ഓഫ് എ എന്ന്. എലമെന്റ് ഓഫ് എയിലുള്ളത് എന്താണ്? എ എന്ന് പറയുന്നത് എന്താ? r എന്ന് സെറ്റ് 3 കുറയ്ക്കുന്നതാണ് അല്ലേ? r പറഞ്ഞാൽ റിയൽ നമ്പറിന് സെറ്റ് 3നെ നിങ്ങൾ കുറച്ചോളൂ. അതാണ് നിങ്ങളുടെ എ എന്ന് പറയുന്ന ആൾ. അപ്പം റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? 3നെ മാത്രമാണ് കുറയ്ക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ 3ൻ്റെ ഒന്നും നമുക്ക് പ്രശ്നം വരുന്നില്ല. 3 × 3y - 2 / y - 1. ഒരു ഫ്രാക്ഷൻ അല്ലേ മക്കൾക്ക് വന്ന? ഈ ഫ്രാക്ഷൻ റിയൽ നമ്പറിലുണ്ടോ? ഉണ്ട്. ഓക്കെ, റിയൽ നമ്പറിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും? ഇറ്റ് ഈസ് ക്ലിയർലി ആൻഡ് on 2 ഫംഗ്ഷൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം കൂടെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതൊന്ന് മിസ് കാണിച്ചു തരാം. ഇത് പെട്ടെന്ന് മൈൻഡിൽ കിട്ടുന്നില്ലെങ്കിൽ, അതായത് 3y - 2/y - 1 അതൊരു ഫ്രാക്ഷൻ ആണ് ആലോചിക്കുക. അത് എലമെന്റ് ഓഫ് ആറിലാണ്. പക്ഷേ r - set 3 എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു കൺഫ്യൂഷൻ വരണ്ട. ഓക്കെ, അപ്പം വിച്ച് ഇസ് എൻ എലമെന്റ് ഓഫ് ആർ ആണ്. അപ്പോൾ ഇറ്റ് ഈസ് ക്ലിയർലി ആൻ എലമെന്റ് ഓഫ് എയിലും ആണ്. എ ആണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ്. a = r - set 3. അപ്പോൾ അത് വേണമെങ്കിൽ നമ്മൾ ഒരൊറ്റ ലൈനും കൂടെ നമുക്ക് എഴുതി പിടിപ്പിക്കാം. അതും കൂടെ ഒന്ന് മിസ് കാണിച്ചു തരാം. നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരു എക്സ് എന്നുള്ള ഒരാളെ കിട്ടിയിട്ടുണ്ട് അല്ലേ? x = 3y - 2 / y - 1 എന്നുള്ളത് നമ്മൾ എലമെന്റ് ഓഫ് എ എന്ന് എടുത്തു. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് മിസ് പറഞ്ഞ പോലെ ഒരൊറ്റ കാര്യം കൂടെ ഇവിടെ എഴുതി പിടിപ്പിക്കാം. എന്താണ്? നമുക്കിവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? f(x) = x - 2/x - 3 എന്നല്ലേ? അപ്പം ഞാനിവിടെ f(x) എന്നാണ് എടുക്കുന്നത്. ഓക്കെ, f(x) = y എന്ന് പ്രൂവ് ചെയ്ത് എൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഈ എക്സിൻ്റെ പ്ലേസിൽ ഞാൻ എന്ത് കൊടുക്കണം? തന്നിരിക്കുന്ന ആളെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ f(x) = f(3y - 2/y - 1 എന്നാണ്. ഓക്കെ, ഇനി f(x) എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം നിങ്ങൾ, അല്ലെങ്കിൽ ആ ലൈനൊന്നും മനസ്സിലാവില്ല. ഇവിടെ x പറയുമ്പോൾ ഇവിടെ x - 2 എന്നാണ് ന്യൂമറേറ്ററിൽ വരുന്നത്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ പ്ലേസിലുള്ള നമ്പർ ഈ ഒരു വലിയ സാധനമാണ്. അപ്പോൾ അതുപോലെ ഒന്ന് മാറ്റി എഴുതാം. അവിടെ x - 2 എന്നാണ് അവിടെ വന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരും 3y - 2/y - 1 - 2. ശരിയല്ലേ? താഴെയോ x - 3 എന്നാണ്. അതായത് 3y - 2/y - 1 - 3. ഓക്കെ, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കുക. അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. താഴത്തെ y - 1ഉം y - 1ഉം നമുക്ക് വെട്ടിപ്പോകും. അപ്പോൾ നമുക്ക് മുകളിൽ വരുന്ന ആൾ 3y - 2, അടുത്ത ടേം -2y + 2 / 3y - 2 - 3y + 3. നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് 3y - 2 - 2y + 2 എന്ന് വന്നു. താഴെ 3y - 2 - 3y + 3 എന്ന് വന്നു. ഓക്കെ, സംശയമില്ലല്ലോ. ഇനി ഇതൊന്ന് നിങ്ങളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കൂ. 3yയും 2yയും കുറച്ചാൽ എന്താ മക്കൾക്ക് കിട്ടുക? y കിട്ടുന്നു. ഓക്കെ, -2ഉം +2ഉം ഉണ്ട്. അത് രണ്ടും കട്ടായിപ്പോയി.
ഓക്കെ, താഴെ എന്താ നിങ്ങൾക്ക് വരുന്നത് 3y-യും -3y-യും കട്ടായി പോയി. അപ്പോൾ -2 + 3 എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത് 1 എന്നാണ് വരുന്നത്. അപ്പോൾ മക്കളുടെ ഉത്തരം എന്ത് കിട്ടി? y എന്ന് കിട്ടിയല്ലോ. നിങ്ങൾ എവിടുന്ന മക്കളെ സ്റ്റാർട്ട് ചെയ്ത് f(x) എന്നാണ്. f(x) = y എന്ന് വന്നല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇനി ഒന്നും നോക്കേണ്ട, കണ്ണും പൂട്ടി നമുക്ക് എന്ത് എഴുതാം? ഇറ്റ് ഈസ് ക്ലിയർലി ആൻ ഓൺ ടു ഫംഗ്ഷൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് ബാക്കോട്ടേക്ക് പോവാം. അപ്പോൾ ഈ ഒരു ലൈന് വേണമെങ്കിൽ എഴുതിയാൽ മതി. ഇവിടെ തന്നെ ശരിക്കും നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇറ്റ് ഈസ് ആൻ എലമെന്റ് ഓഫ് എ. അപ്പോൾ എ എന്നൊക്കെ പറയുന്നത് നമുക്കൊരു ഓമന പേര് ഇല്ലാത്തത് കൊണ്ട്, മറ്റു റിയൽ നമ്പറിന് ആർ എന്ന് പറയാം, എൻ നാച്ചുറൽ നമ്പർ അങ്ങനെ വരുന്നില്ലേ. അപ്പോൾ r - (8)3 എന്നൊക്കെ പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ഈ ഒരു ലൈനും കൂടെ നമുക്കൊന്ന് ചെയ്തിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ടീച്ചർക്ക് 100% കൺഫേം ആയി നിങ്ങൾക്ക് വൃത്തിയിൽ അറിയാം എന്താണ് ഈ ഫംഗ്ഷൻ എന്നും എന്താണ് ഈ 1-1 ഫംഗ്ഷൻ എന്നും എന്താണ് ഈ ഓൺ-ടു ഫംഗ്ഷൻ എന്നും വൃത്തിയിൽ മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം? ഇത്ര പ്രോബ്ലംസ് നിങ്ങൾ എക്സാമിന് പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ മിസ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ വൃത്തിയിൽ പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ ഞാൻ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്നുള്ള ഒരു വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ലെസൺ കാൽക്കുലസിൻ്റെ ഒരു ഭാഗമാണ് എടുക്കാൻ പോകുന്നത്. അപ്പം അതും അതിൻ്റെ കണ്ടിന്യൂഷനിലേക്കാണ് മൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം വൃത്തിയിൽ പഠിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.